ഇതെന്താടാന്ന് ടി വിയിൽ കുറെ എഴുതി കാണിക്കുന്നു. ഹൂ ഇസ് ദ ലക്കി ഹൾക്ക്. എടാ ഞാൻ ഈ കൂപ്പൺ ഇട്ടായിരുന്നല്ലേ, ആർക്കാണ് കിട്ടുക അവന് ഭാഗ്യം. എന്തായാലും എനിക്കെന്തായാലും കിട്ടാൻ പോകില്ല, എന്തായാലും എനിക്ക് ഉറപ്പാ. എന്തായാലും ഞാൻ പുറത്തെങ്കിലും കറങ്ങാൻ പോട്ടെ. ഈ സംഭവം ഒന്നും എനിക്ക് കിട്ടാനേ പോകുന്നില്ല ഒരിക്കലും. വെറുതെയാണ്. ഇതെന്താ ഫോൺ എടുത്ത് മെസ്സേജ് അടിക്കുന്നത്? യു ആർ ദ ലക്കി ഹൾക്ക്, ഡു ദിസ് ട്രെയിനിങ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂടാ, ഞാനാണ് ഈ ഹൾക്ക്. എന്തായാലും ഞാൻ സ്റ്റാർട്ട് കൊടുക്കട്ടെ, ഇനി എന്തായാലും പോവാം. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താ, ഡിസ്ട്രോയ് ദീസ് കാർ വിത്ത് യുവർ ഫിസ്റ്റ്. ഓക്കെ, ഈ കാർ നമുക്ക് എന്തായാലും എൻ്റെ ഫിസ്റ്റ് കൊണ്ട് ഇടിച്ച് പൊട്ടിക്കണം. കുറച്ച് പാടായിരിക്കും. എടാ എൻ്റെ കയ്യൊക്കെ എനിക്കണോടാ ഇടിക്കുമ്പോൾ തന്നെ. എടാ എൻ്റെ ഇതെങ്ങനെ ചെയ്യുന്നറിയില്ല. എന്തായാലും എനിക്ക് ഹളുക്കാവണം. എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എൻ്റെ കൈ എത്ര ചോര വന്നാലും കുഴപ്പമില്ല. ഇടിച്ച് പൊട്ടിക്കണം, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എന്തായാലും നല്ലൊരു കാറാണ്, എന്തിനാ ഈ കാറൊക്കെ നശിപ്പിക്കണേ? ഓക്കെ, എന്തായാലും ചില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി എടാ തീ എത്തി. ഈ ട്രെയിനിങ് എൻ്റെ കംപ്ലീറ്റ് ആയി തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ട്രെയിനിങ് എന്താണെന്ന് എനിക്കറിയാം. 3 ട്രെയിനിങ് ഉള്ളത്. ഗോ ടു ദ സെക്കൻഡ് ട്രെയിനിങ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് നമുക്കറിയില്ല. റൺ 2 കിലോമീറ്റർ. അപ്പോൾ 2 കിലോമീറ്റർ ഓടണം എനിക്ക്. അത് ചിലപ്പോൾ എൻ്റെ വീട് വരെ, എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട് വരെ 2 കിലോമീറ്ററാണ്. അപ്പോൾ എന്തായാലും ഓടാൻ തുടങ്ങാം ഇനി. എടാ എൻ്റെ എന്തൊക്കെയോ പോലെ കുഴയാൻ തുടങ്ങടാ, എന്തൊക്കെയോ പോലെ. പക്ഷെ എന്തായാലും എനിക്ക് അളുക്കായേ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണെന്ന് കരുതി നമുക്ക് ഓടാം. ഓക്കേടാ, ഇവിടെയൊക്കെ എന്തായാലും കൊള്ളാട്ടോ. നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്ത് വന്ന സ്ഥലമാണല്ലോ അതൊക്കെ. ഓക്കെ, എടാ വണ്ടി വന്ന് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓടാൻ അവർ പറഞ്ഞു, റൺ 2 കിലോമീറ്റർ. എന്തായാലും എനിക്ക് നല്ലപോലെ ഓടണം, എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, വേഗം ഓടാം. എടാ കുറച്ചും കൂടെ ഉള്ളൂ, എൻ്റെ ആ വീട് കാണുന്നുണ്ടോ അവിടെ, അതുവരെ ഉള്ളൂ എന്നാണ് പറഞ്ഞ്. എടാ ഒരു വണ്ടിയല്ലേ വരുന്നു. അയ്യോ, മാറിക്കും. ഓക്കെ, നമ്മൾ സാഹസികമായി മാറിയിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഓടിയാൽ മതി. എന്തായാലും നമ്മൾ എയർപോർട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഓടിയാൽ നമ്മളെത്തി, വീട് വരെ എത്തും. അപ്പോൾ കുഴപ്പമില്ല, പറ്റും. എനിക്ക് കുഴയാൻ തുടങ്ങടാ. എനിക്ക് എന്തൊക്കെയോ പോലെ കുഴയുണ്ട്. പക്ഷെ അതൊന്ന് വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നു. പക്ഷെ എനിക്കെങ്ങനെ ഓടിയേ പറ്റുള്ളൂ. ഓടണം. പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ എത്തി. കുറച്ചും കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. എന്തായാലും വീട് കുറച്ചും കൂടെ ഉള്ളൂ പറഞ്ഞാൽ ഓടാം. വേഗം ഓടും. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അടുത്ത ട്രെയിനിങ്ങിന് പോകേണ്ടതാണ്. വേഗം ഓട്. എടാ കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ ഇപ്പോൾ തല ഇറങ്ങി വീഴുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ അടുത്തെത്തി. ഇത് അവിടെ ഇങ്ങോട്ട് ആയാൽ കറക്റ്റായി 2 കിലോമീറ്റർ. ഓക്കെ, വേഗം ഓടാം. എത്തി, കുറച്ചും കൂടെ ഉള്ളൂ എനിക്ക്. യെസ്, 3, 2, 1. എത്തി. വേറെ കയറി. എനിക്ക് അടുത്ത ട്രെയിനിങ്ങിന് പോകേണ്ടതാണ്. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾക്ക് അടുത്ത ട്രെയിനിങ് ഏതാ എനിക്കറിയില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ട്രെയിനിങ്. ഇതാണ് എൻ്റെ അവസാനത്തെ ട്രെയിനിങ്. സ്റ്റാർട്ട് കൊടുക്കാം. എടാ ഇത് ജംഗിളല്ലേ? എടാ ഇത് പ്രശ്നമാണ് കേട്ടോ. ഇല്ലേ, ഡൈനോസർ വിത്ത് യുവർ ഫിസ്റ്റ്. എടാ എൻ്റെ കൈ വെച്ച് എനിക്കൊരു ഡൈനോസറിനു, അതൊക്കെ എങ്ങനെ? പക്ഷെ എന്തായാലും ആ കാർ ചോട്ടിച്ചതിന് എൻ്റെ ഒരു സൂപ്പർ പവർ എന്തൊക്കെ കയറി പോലെ ഉണ്ട്. എന്തായാലും നമുക്കൊരു പറ്റും തോന്നുന്നു. എനിക്ക് അപ്പോഴേ ഒരു പവർ കിട്ടിയായിരുന്നു. ഒരു സൂപ്പർ പഞ്ച് പോലത്തെ എന്തോ ഒരു പവർ കിട്ടി. എന്തായാലും നമുക്ക് ഇത് വെച്ച് ഡൈനോസറിനെ എങ്ങനെ ഇടിക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ എന്തായാലും തോൽപ്പിക്കണം, കില്ലിയാണ് എനിക്ക്, അതാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും എനിക്ക് സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ പണി തരും. ബാക്കിൽ നിന്നെങ്ങാനും വല്ല ഡൈനോസർ വന്നാൽ കുടുങ്ങി. എടാ എനിക്ക് ഡൈനോസർ. അയ്യോ എടാ, ഇതാണ് അവസരം. എങ്ങനെ ഇടിച്ച് തോൽപ്പിക്കണം, പേടിക്കാൻ പാടില്ല. എനിക്ക് ഇതിൻ്റെ കാലാണ് വീക്ക് പോയിന്റ് തോന്നണു. എനിക്ക് എന്തായാലും ഇതിൻ്റെ കാലിടിച്ച് എങ്ങനെ പരമാവധി വീഴ്ത്താൻ നോക്കാം. ഈ സൂപ്പർ പഞ്ച് കൊണ്ടാണ് എനിക്ക് വീഴ്ത്തേണ്ടത്. എന്തായാലും പരമാവധി എൻ്റെ മുഖത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒഴിവായി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ ചാവും. ഈ കാലിൻ്റെ ഭാഗത്ത് ഇടിച്ച് തോൽപ്പിക്കണം എന്നെ. ഇതാണ് എൻ്റെ വീക്ക് പോയിന്റ്, എനിക്ക് മനസ്സിലായി. ഈ കാലെങ്ങനെയും ഇടിച്ച് പരമാവധി ഞാൻ ഇതാക്കണം. ഓക്കെ, കുറച്ചും കൂടെ ഉള്ളൂ. ഡൈനോസർ ചത്ര. എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഞാനൊരു ഡൈനോസറിനെ കൊന്നു അത് ഇടിച്ചിട്ട്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഈ ഡൈനോസറിൻ്റെയൊക്കെ വീക്ക് പോയിന്റ് കാലാണെന്ന് മനസ്സിലായി. കാല് ഉയർത്തിയിട്ടപ്പോഴേ ഇതിൻ്റെ പരമാവധി ശക്തിയും പോയി തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഹൾക്കാവാനുള്ള യോഗ്യത ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഈ ഹൾക്ക് എന്തായാലും നമുക്ക് ആവാൻ പോവാം. അപ്പോൾ ഓക്കെ, യുവർ ട്രെയിനിങ് ഈസ് കംപ്ലീറ്റഡ്. എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു ഹളുക്കായിട്ടുണ്ട്. എനിക്കിപ്പോൾ നല്ല ശക്തി കയറിയ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഹൾക്ക് ഇതാ വരാൻ പോവാണ്. ഓക്കെ, ഹളുക്കായിട്ടുണ്ട് നമ്മൾ. ഗായ്സ് നമ്മൾ ഹളുക്കായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ശക്തി. ഇനി എനിക്ക് ഓടിപ്പോയി ചാടി നോക്കാമെന്ന്. നിരങ്ങളൊക്കെ പൊട്ടും തോന്നുന്നു. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, എൻ്റെ റോഡൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. എനിക്കൊരു കാറൊന്ന് ഇടിച്ച് ടെസ്റ്റ് ചെയ്യണം. എന്തായാലും ആ ഫ്രണ്ട് പോണ കാറൊന്ന് ഇടിച്ച് എത്ര പവർ ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആ റെഡ് കാറ് തന്നെ. ഓക്കെ, അവിടെ നിൽക്കണ കാറേ. ഓക്കെ, നമ്മൾ അവിടെ അവനെ നിർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒറ്റ ഇടിക്ക് എത്ര പവർ ഉണ്ട് അറിയില്ല. 3, 2, 1. ഓട്ടാ മോനെ, അത് പറന്നു പോയിട്ടോ, ഒന്നും പറയാനില്ല. ഇത്ര പവർ കയറി ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് പവർ ഉണ്ട്. ഈ കാർ ഒന്നും കൂടി ഇടിച്ചു നോക്കാം. ഓക്കെ, ഇതൊക്കെ
പാറിപ്പോവാണ് ഈ കാറൊക്കെ. നമുക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോവാം. എന്തായാലും സാർമാരത്തൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ സാറേ, ഞാൻ ആരാ മനസ്സിലായോ? ഞാനാണ് ഫ്രാങ്ക്ലിൻ. ടീച്ചറെ പേടിക്കണ്ട, ഞാൻ തന്നെ ഫ്രാങ്ക്ലിൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നീയാണോ ഹൾക്കിന് യോഗ്യതയായവൻ? എന്തായാലും നീ ഞങ്ങളെയൊക്കെ എപ്പോഴെങ്കിലും എന്തായാലും സഹായിക്കും. അതോർത്ത് വിഷമിക്കണ്ട സാറേ, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പറഞ്ഞ ആവശ്യത്തിന് ഞാൻ വന്നിരിക്കും ആരായാലും. ഓക്കെ, എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ, എനിക്ക് നല്ല ടയേർഡാണ് ഞാൻ. എന്തായാലും വീട്ടിൽ പോയി ഉറങ്ങാം. എൻ്റെ എന്തായാലും പഴയ രൂപത്തേക്ക് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, പറ്റുമോ? ഓക്കെ, ഞാൻ എന്തായാലും പഴയ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നേരെ പോയി ബെഡിൽ പോയി ഉറങ്ങാം. എന്തായാലും ഇത് നല്ല പണിയായിരുന്നു. എന്തായാലും വേഗം പോയി ഉറങ്ങട്ടെ.